ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ക്ഷമിക്കണം ചേട്ടാ, ഞങ്ങളെ ആരും ഒന്നും ചെയ്യരുത്. അയ്യോ, അറിയാതെ ആരെങ്കിലും നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് തന്നെ വെറുതെ വിടണം. അമ്മേ, അഷിതയുടെ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിലും ചെറിയമ്മ എന്നെ അംഗീകരിച്ച ദിവസം എന്ന് ആദ്യമായിട്ട് എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുക. അഷിതയുടെ വിവാഹത്തിന് അവൾക്കിടാൻ അമ്മ എനിക്ക് കരുതി വെച്ചിരുന്ന സ്വർണം ചോദിച്ചിട്ടുണ്ട്. അത് അഷിതയ്ക്ക് കൊടുക്കാൻ എനിക്ക് സന്തോഷേ ഉള്ളൂ. അവൾ എന്റെ അനിയത്തി തന്നെയല്ലേ. നീ എന്താണ് വിചാരിച്ചത്? വണ്ടി കൊണ്ടുവന്ന് ഞങ്ങളെ ഇടിച്ച് ചീത്ത വിളിച്ചിട്ട് പോയാൽ ഞങ്ങൾ പുറകെ വല്ലെന്ന് കരുതി. എന്താ അഞ്ജു? ആഹാ, ചെല്ലക്കിളി വേറെ ഉണ്ടോ ഇവിടെ? ഇതൊക്കെ ആരാ അഞ്ജു? എനിക്കറിയില്ല. റോഡിൽ സൈഡ് തരാതെ എന്നെ തട്ടിയിട്ട് ഇവിടെ വന്ന് ബഹളം വെക്കുക. ബഹളം വെക്കുക മാത്രമല്ല, നിന്നെയൊക്കെ വേണ്ട രീതിയിൽ ശരിയാക്കാൻ ഞങ്ങൾക്കറിയാം. അയ്യോ, അയ്യോ, ആളും തരോ നോക്കി കളിക്കണം, ഇല്ലെങ്കിൽ ഇതുപോലെ പലതും അനുഭവിക്കേണ്ടി വരും. അമ്മേ, അമ്മേ, അപ്പച്ചി, വിളിക്ക്, എല്ലാവരും വിളിക്ക്. ഇന്ന് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവണം. ഞങ്ങളുടെ വണ്ടി തട്ടിയതിന്റെ കാശും ഞങ്ങളുടെ സമയം കളഞ്ഞതിന്റെ നഷ്ടവും നേരത്തെ ഒരെണ്ണത്തിനും വെറുതെ വിടില്ല. ഞങ്ങൾ ആരാണെന്നുള്ളത് നിനക്കൊക്കെ കാണിച്ചു തരാടി. അയ്യോ, അമ്മേ, അമ്മേ, ഇവരിവിടെ എന്താ കാണിക്കുന്നേ നോക്കിയേ. അപ്പച്ചി, അമ്മേ, ഒന്ന് ഓടി വാ. എന്താ? അയ്യോ, ഇതെന്താ? എന്ത് മര്യാദകളെ കാണിക്കുന്നത്? ആർക്കറിയാം ആരാന്ന് കാണിക്കുന്നുണ്ടല്ലേ? നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? നിങ്ങളൊക്കെ ആരാ? കാര്യമൊക്കെ ഇവക്കറിയാം. ഇനി പറഞ്ഞത് തന്നെ പറഞ്ഞ് എല്ലാരും ബോധിപ്പിക്കാമെന്ന് പയ്യ. ഇതെന്താ ലേഡീസ് ഹോസ്റ്റലോ? പല പ്രായത്തിൽ കുറെ എണ്ണം ഉണ്ടല്ലോ. അനാവശ്യം പറയരുത് കേട്ടോ. നിങ്ങൾ ഇവിടെ കാണിച്ച അക്രമത്തിനൊക്കെ പോലീസിനെ വിളിക്കാ വേണ്ടത്. അതെ, വേഗം മര്യാദയ്ക്ക് പൊയ്ക്കോ. വിളിക്കടി പോലീസിനെ, വിളിക്ക്, ഞങ്ങളൊന്ന് കാണട്ടെ. ഇവനൊക്കെ നിന്നെയൊക്കെ ഇവിടെ ചവിട്ടി തേച്ചാലും ആരും ചോദിക്കാൻ വരില്ല. അത് പോലീസ് ആയാലും പട്ടാളം ആയാലും ഞങ്ങൾക്ക് അത് ഡീൽ ചെയ്യാൻ അറിയാം. ഇവനൊക്കെ തല്ലി കൊല്ലുക വേണ്ടത്. നിനക്കെന്തായാലും കൈ ധരിക്കുന്നു. അവളുടെ ദേഷ്യം കണ്ടില്ലേ? എന്താ തലലോടി? തല്ലി തോപ്പിക്കടി. ഉശിരുള്ള പെണ്ണിനോട് വഴക്കെടുത്ത് കുറച്ചു നാളായി. നിന്റെ ആ സങ്കടം ഇന്ന് ഞങ്ങൾ തീർക്കും. വാടി.
തലണോ തലടി. ക്ഷമിക്കണം ചേട്ടാ, ഞങ്ങളെ ആരും ഒന്നും ചെയ്യരുത്. അയ്യോ, അറിയാതെ ആരെങ്കിലും നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് തന്ന് വെറുതെ വിടണം. ഇതെന്തത്? ഒരു അനിയത്തി പറയുന്നതായി കരുതി ഞങ്ങളോട് ക്ഷമിക്കണം പ്ലീസ്. ചേട്ടാ, ഞാൻ കാല് പിടിച്ച് പറയാ. ഇവളെന്താടാ ഇങ്ങനെ? ഒരടിയും വഴക്കൊക്കെ പ്രതീക്ഷിച്ചതാ ഞങ്ങള്. നീ ഞങ്ങളെ പറ്റിക്കായിരുന്നല്ലേ? അവിടെ അത്രയും പറഞ്ഞല്ലോടാ വീട്ടേക്ക്. ഇനി മര്യാദക്ക് നടന്നോണം. വഴിയിലെങ്ങാനും സ്കൂട്ടറുമായിട്ട് നിന്നെ കണ്ട പറപ്പിക്കും ഞാൻ. കേട്ടോടി, എഴുന്നേറ്റ് പൊടി. വാടാ. മോനെ, പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? നീ എന്തിനാണ് ഈ അവന്മാരുടെ കാല് പിടിച്ചത്? മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. ദുർഗ അവരുടെ കാല് പിടിച്ചോണ്ടാ അവരൊക്കെ ഇപ്പൊ ഇവിടുന്ന് പോയത്. ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്ന എന്തിനാ? മാറങ്ങോട്ട്. ഇവക്കൊക്കെ എന്തൊരു ദേഷ്യ. എന്നാലും കഷ്ടായിപ്പോയി. യുവമാരോടൊന്നും ചോദിക്കാൻ ഇവിടെ ആരും ഇല്ലേ? എനിക്ക് വയസ്സായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ കൊടുത്തേനെ. ദേവി മഹാമായേ, നീ തന്നെ അവർക്കുള്ള ശിക്ഷ കൊടുത്തേക്കണേ. വാ മോളെ. എന്താണ് കൊച്ചേ, നിനക്ക് ക്ഷമ പറഞ്ഞു മതിയായില്ലേ? എടീ,